ഫോട്ടോ വിഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശിയായ ഡോക്ടർ സിബു മോഡേൽ അവരുകളെയാണ്. ഇരുന്നിരുന്ന് നോക്കി പേടിപ്പിച്ച് അങ്ങോട്ടും മാറാതെ ഇങ്ങോട്ടും മാറാതെ പാമ്പുകളെല്ലാം വേരുകളായിപ്പോയി. പാമ്പുകളെല്ലാം വേരുകളായിപ്പോയി. ഇരുന്നിരുന്ന് നോക്കി പേടിപ്പിച്ച് അങ്ങോട്ടും മാറാതെ ഇങ്ങോട്ടും മാറാതെ പാമ്പുകളെല്ലാം വേരുകളായിപ്പോയി. പാമ്പുകളെല്ലാം വേരുകളായിപ്പോയി. പാറപ്പുറത്തു കണ്ടൊരു വേര് അറ്റമുരുണ്ടിട്ടൽപ്പം ചോപ്പിൽ പാമ്പിൻ തല പോൽ കണ്ടൊരു വേര് പേടിച്ചാരും പോയില്ല വഴി. പാറപ്പുറത്തു കണ്ടൊരു വേര് അറ്റമുരുണ്ടിട്ടൽപ്പം ചോപ്പിൽ പാമ്പിൻ തല പോൽ കണ്ടൊരു വേര് പേടിച്ചാരും പോയില്ല വഴി. നാഗമുറഞ്ഞൊരു പാറയിതെന്ന് ആരോ പാടി നാഗപ്പാറയിൽ ആളുകൾ കൂടി വൈകുന്നേരം തിരികൾ കൊളുത്തി. നാഗപ്പാറയിൽ അമ്പലമായി ആണ്ടിലൊരിക്കൽ ഉത്സവമായി. നാഗമുറഞ്ഞൊരു പാറയിതെന്ന് ആരോ പാടി നാഗപ്പാറയിൽ ആളുകൾ കൂടി വൈകുന്നേരം തിരികൾ കൊളുത്തി. നാഗപ്പാറയിൽ അമ്പലമായി ആണ്ടിലൊരിക്കൽ ഉത്സവമായി. നാഗത്താനൊരു നേർച്ച കൊടുത്താൽ നേട്ടം കൊയ്യാമെന്നൊരു കഥയുടെ വായിൽ കൂടി നാണയമൊഴുകി. നാഗത്താനൊരു നേർച്ച കൊടുത്താൽ നേട്ടം കൊയ്യാമെന്നൊരു കഥയുടെ വായിൽ കൂടി നാണയമൊഴുകി. വനനിര തോറും വാഹനമൊഴുകി. വഴിയോരത്തിൽ കുത്തിയിരുന്നവർ മലനാടാക്കി മടങ്ങിപ്പോയി. വനനിര തോറും വാഹനമൊഴുകി. വഴിയോരത്തിൽ കുത്തിയിരുന്നവർ മലനാടാക്കി മടങ്ങിപ്പോയി. ഇരുന്നിരുന്ന് നോക്കി പേടിപ്പിച്ച് അങ്ങോട്ടും മാറാതെ ഇങ്ങോട്ടും മാറാതെ ബിംബങ്ങളെല്ലാം നാടു ഭരിക്കുന്നു. പാവങ്ങളെല്ലാം ഭാരം ചുമത്തുന്നു. ഇരുന്നിരുന്ന് നോക്കി പേടിപ്പിച്ച് അങ്ങോട്ടും മാറാതെ ഇങ്ങോട്ടും മാറാതെ ബിംബങ്ങളെല്ലാം നാടു ഭരിക്കുന്നു. പാവങ്ങളെല്ലാം ഭാരം ചുമക്കുന്നു. കത്തുന്ന കാലുകൾ എന്നൊരു പ്രസിദ്ധീകരണമുണ്ട്. അതിന്റെ എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു തരാം. ഞാൻ ഗവേഷണവുമായി ബന്ധപ്പെട്ട അറിവുകൾ സമാഹരിച്ചതാണ്. PhD പ്രബന്ധങ്ങൾ അങ്ങനെ അതേപടി ആരും പുസ്തകമാക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടത്. എൻ്റെ ഗവേഷണ വിഷയം പ്രയാണ സങ്കല്പന ആധുനിക കവിതയിൽ എന്നുള്ളതായിരുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരുന്നു. യാത്രയുടെ ദാർശനിക തലങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന ഗവേഷണമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ തയ്യാറാക്കിയതാണ് കത്തുന്ന കാലുകൾ. കവിതാ പഠനമാണ്. തെരഞ്ഞെടുത്ത കുറച്ച് കവിതകളിലെ യാത്രാ ബിംബങ്ങൾ ഒക്കെ വിശകലനം ചെയ്യുന്ന പഠനമാണ്. ശീർഷകവും അതുകൊണ്ട് തന്നെയാണ്. കടമ്മനിട്ടയുടെ ഞാനും കിളിയും എന്ന കവിതയിലെ ഒരു പ്രയോഗമാണ് കത്തുന്ന കാലുകൾ എന്നുള്ളത്. യാത്രയുടെ അനുഭവത്തെ വളരെ ശക്തമായി ദ്യോതിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ശീർഷകം ഇട്ടതാണ്. കാരണം ഈ കവിതാ സമാഹാരങ്ങൾ വളരെ മനോഹരവും വളരെ വിലയേറിയതുമാണ്. ഈ കാലയളവിൽ ഏതെങ്കിലും താങ്കൾക്ക് ആദരവ് ലഭിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പുരസ്കാരങ്ങൾക്കായിട്ട് പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അങ്ങനെ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ പുരസ്കാരം കിട്ടുന്ന രചനകളൊക്കെ ഞാൻ വായിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല.
അതേസമയം UGCയുടെ റിസർച്ച് അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് 2014-16. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ആകെ പറയാനുള്ളത് അത് മാത്രമാണ്. അത് പക്ഷേ ദേശീയ തലത്തിൽ നൽകുന്ന അവാർഡാണ്. ഗവേഷകൻ എന്നുള്ള നിലയിൽ ഒരു അംഗീകാരമാണത്. അതുപോലെ തന്നെ താങ്കൾ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മേധാവിയായി ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. അങ്ങോട്ട് ഏതെങ്കിലും ഈ കവിതാ സമാഹാരങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലോ സ്കൂളിലോ ഒക്കെ പഠനത്തിനായി ഉപയോഗപ്പെടുത്താനായി സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ സിലബസിന്റെ ഭാഗമായിട്ട് പാഠപുസ്തകങ്ങളിൽ എന്റെ രചനകൾ വന്നിട്ടില്ല. ഇപ്പം പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ അതേസമയം എന്റെ പുസ്തകങ്ങൾ ഈ അരങ്ങ് മുതൽ അപ്പുറംപാളി വരെയൊക്കെ യൂണിവേഴ്സിറ്റി സർവകലാശാലകളിൽ റഫറൻസ് ഗ്രന്ഥമാണ്. അങ്ങനെയുള്ള പരിഗണന കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു പാഠപുസ്തകമായിട്ടുള്ളത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ സാറേ, അപ്പം അതുപോലെ തന്നെ അങ്ങയുടെ കുടുംബത്തെ കുറിച്ചൊന്ന് അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അതൊന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ഭാര്യ ജോലി ബാങ്ക് മാനേജറായിരുന്നു. ഇപ്പോഴും റിസൈൻ ചെയ്തു. വീട്ടിലിരുന്നുള്ള ജോലികളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകള് MA ഇംഗ്ലീഷിന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നു. ഇളയത് ഇരട്ട പെൺകുട്ടികളാണ്. തുഹിനയും തുഷാരയും 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ ഫോട്ടോ വിഷനെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന നല്ല കവിതാ സമാഹാരങ്ങൾ സാഹിത്യത്തിൽ വളർന്നു വരേണ്ടതാണ്. അങ്ങനെ ഒരു ശ്രേഷ്ഠമായ ജോലി ചെയ്യുന്ന ഒരാളാണ് ഔദ്യോഗികമായി ഇപ്പോൾ. എന്നിട്ടും കലാപരമായി കലാമൂല്യങ്ങളുള്ള കവിതകൾ രചിക്കുകയും അതുമായി കണ്ടെത്തി അതിന് സമയം കണ്ടെത്തുകയും ചെയ്യുന്ന അങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് വളരെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് അങ്ങയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും ജഗദീശ്വരൻ വീണ്ടും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രേക്ഷകർ ഒപ്പം പ്രാർത്ഥിക്കുന്നു. നന്മകൾ നേരുന്നു. ഞാനും തിരിച്ച് നന്ദി പറയുന്നു. എന്നെ തേടി എത്തിയതിന്. സാധാരണ സ്വന്തം നാട്ടിൽ നിന്ന് ഇത്തരം ഒരു അന്വേഷണം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതിന് നന്ദി പറയുന്നു.